പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 4 വർഷ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു. നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിവിധ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വളരെ കൃത്യമായിട്ട് അറിയുന്നതിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ശേഷമുള്ള ആദ്യത്തെ പ്രക്രിയ എന്ന് പറയുന്നത് അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് മാത്രം. അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ അലോട്ട്മെന്റ് പരിശോധിക്കുന്ന സമയത്ത് അതിൽ കോളേജും നെയിമും ഉണ്ടായിരിക്കും, കോളേജും അതേപോലെ തന്നെ നിങ്ങളുടെ കോഴ്സിന്റെ പേരും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ഫീ അടക്കാം. മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താവുന്നതാണ്. അങ്ങനത്തെ വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് എന്തായിരിക്കും? നോ അലോട്ട്മെന്റ് എന്നായിരിക്കും. അതോടുകൂടി അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തായി. മാൻഡേറ്ററി ഫീ അടക്കാനുള്ള സമയം 21/6/2025 മുതൽ 25/6/2025 വൈകുന്നേരം 5 മണി വരെയാണ്. മാൻഡേറ്ററി ഫീ ആയിട്ട് SC ST OEC വിദ്യാർത്ഥികൾ 145 രൂപയും മറ്റു വിദ്യാർത്ഥികൾ 575 രൂപയുമാണ് മാൻഡേറ്ററി ഫീ അടക്കേണ്ടത്. ഓക്കെ, അപ്പൊ മാൻഡേറ്ററി ഫീ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത് അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റിൽ നിന്ന് പുറത്താവും. ഓൺലൈൻ ആയിട്ടാണ് മാൻഡേറ്ററി ഫീ അടക്കേണ്ടത്. അത് നിങ്ങൾ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്താൽ അതിൽ പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് മാൻഡേറ്ററി ഫീ അടക്കാവുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം കോളേജിൽ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, കോളേജിൽ പോകേണ്ട ആവശ്യമില്ല. ദർ ഇസ് നോ അഡ്മിഷൻ. പെർമനന്റ് അഡ്മിഷൻ ആയാലും ടെമ്പററി അഡ്മിഷൻ ആയാലും ഇല്ല. നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ 5ാമത്തെ ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് കിട്ടിയത്. 5ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ അതിനർത്ഥം എന്താ? അതിന്റെ താഴെയുള്ള 20 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 5ാമത്തെ ഓപ്ഷൻ കിട്ടിയാൽ അതിന്റെ താഴെയുള്ള 15 ഓപ്ഷനും ഡിലീറ്റ് ആയി പോകും. പിന്നെ 5 ഓപ്ഷനുകളെ നിങ്ങളെ കയ്യിലുണ്ടാവുള്ളൂ. ഒന്ന് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയ ഓപ്ഷൻ, അതിന് മുകളിലുള്ള 4 ഓപ്ഷൻ. ആ 4 ഓപ്ഷനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്യണം. എനിക്ക് ഇപ്പൊ 5ാമത്തെ കിട്ടിയത് ഞാൻ തൃപ്തികരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. 24/6/2025 വൈകുന്നേരം 5 മണി വരെയാണ് അതിനുള്ള സമയം. ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അവസരമുണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റ് 27/6/2025 12 മണിക്ക് പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ എഡിറ്റിംഗ് പോസിബിൾ അല്ല. ഓക്കെ, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. മാൻഡേറ്ററി ഫീ അടക്കണം. അതുപോലെ തന്നെ അലോട്ട്മെന്റ് കിട്ടിയവർ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് 27/6/2025 12 മണി വരെ 12 മണിക്കാണ് പബ്ലിഷ് ചെയ്യുക. എഡിറ്റിംഗ് ഇപ്പോൾ പോസിബിൾ അല്ല. ഇനി എങ്ങനെയാണ് ഇതിന് അലോട്ട്മെന്റ് ചെക്ക് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ മാൻഡേറ്ററി ഫീ അടക്കേണ്ടത്? ഓക്കെ, നമ്മൾ ട്രയൽ അലോട്ട്മെന്റ് പരിശോധിച്ചതുപോലെ നിങ്ങളുടെ ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും കൊടുക്കുക, ലോഗിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിനിലേക്ക് കടക്കും. ഇനി നിങ്ങളുടെ ക്യാപ് ഐഡിയോ സെക്യൂരിറ്റി കീയോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ക്യാപ് ഐ ഡി എല്ലാവരുടെ കയ്യിലുണ്ടോ? പ്രിന്റ് ഔട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടാവും. ഇവിടെ ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽ എന്നുണ്ടാവും. ക്ലിക്ക് ചെയ്യാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇനി ഇതിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ അലോട്ട്മെന്റ് എന്ന് കാണാം. അലോട്ട്മെന്റ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് കോളേജ് ഏത് കോഴ്സ് എന്ന് കാണാവുന്നതാണ്. അലോട്ട്മെന്റ് കിട്ടിയില്ലെങ്കിൽ നോ അലോട്ട്മെന്റ് എന്നായിരിക്കും. അതുപോലെ തന്നെ മാൻഡേറ്ററി ഫീ അടക്കാനുള്ള ഓപ്ഷനാണ്. അത് ചിലപ്പോൾ ഈ അലോട്ട്മെന്റിലും ഉണ്ടാവും, അതേപോലെ മാൻഡേറ്ററി ഫീലും ഉണ്ടാവും. അത് മാൻഡേറ്ററി ഫീ അടച്ചതിന്റെ റെസിപ്റ്റും അതിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. ആ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ പ്രിന്റ് എടുത്തോ സൂക്ഷിക്കുക. കോളേജിൽ അഡ്മിഷന് പോകുമ്പോൾ ഈ മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് നിർബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യാനുള്ള സമയം ഉണ്ടാവും. ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ ഇപ്പോൾ സമയമുണ്ടല്ലോ. അത് പ്രകാരം ഹയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യാനുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഹിയർ എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് വേണ്ട ഹയർ ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഈ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള. ബാക്കി കാര്യങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽ മറ്റെന്തെങ്കിലും ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ അത് അറിയിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽ വീഡിയോ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.